നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അവകാശങ്ങൾക്ക് വിലക്കില്ല. ഹൈക്കോടതിയിൽ മാധ്യമങ്ങൾക്ക് വിലക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുമായി ഉണ്ടാക്കിയ വിലക്ക് നിലനിൽക്കുന്നുവെന്നും ശാന്തന ഗൌഡർ. നിലപാട് പ്രശ്നപരിഹാരത്തിന് അഡ്വക്കേറ്റ് ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. മാധ്യമവിലക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ ചർച്ചകൾ തുടരുമെന്ന് AGCP സുധാകര പ്രസാദ്. അതിനിടെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെ ഹൈക്കോടതിയിൽ പ്രവേശിപ്പിക്കരുതെന്ന ആവശ്യവുമായി അഭിഭാഷകരും രംഗത്ത്. ഒത്തുതീർപ്പിന് ഒരുക്കം. സ്വാശ്രയ സമരത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തുടർച്ച. പ്രതിപക്ഷ കക്ഷികളുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ച ഫലം കണ്ടേക്കുമെന്ന് സൂചന. മാനേജ്മെന്റുകളുമായി നേരിട്ട് ചർച്ച നടത്താമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി പ്രതിപക്ഷ നേതാവ്. അതേസമയം വിഷയത്തിൽ വ്യക്തത വരും വരെ സമരം തുടരാൻ UDF-ൽ തീരുമാനം. ഫീസ് വർധനയ്ക്കെതിരെ യുവജന സംഘടനകൾ വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. നിയോജക മണ്ഡലങ്ങളിൽ നാളെ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും കൺവീനർ TP തങ്കച്ചൻ. തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർ വിളിച്ച മധ്യസ്ഥ ചർച്ചയിൽ ഇന്നും തീരുമാനമായില്ല. സഭ ബഹിഷ്കരിച്ച UDF-നെ കേരള കോൺഗ്രസ് പിന്തുണച്ചു. നിരാഹാരം കിടക്കുന്ന ഹൈബി ഈഡനെയും ഷാഫി പറമ്പിലിനെയും ആശുപത്രിയിലേക്ക് മാറ്റാനും ആലോചന. കിട്ടിയത് മതിയാകാതെ. ഇന്ത്യൻ സൈനിക നടപടിക്ക് പിന്നാലെ പ്രകോപനവുമായി പാകിസ്ഥാൻ. 24 മണിക്കൂറിനിടെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് 5 തവണ. പൂഞ്ച്, സബ്സിയാൻ, മാണ്ഡി മേഖലകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യത്തിന്റെ വെടിവയ്പ്. അതിനിടെ ബാരാമുള്ളയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട BSF ജവാന് രാജ്യത്തിന്റെ ആദരം. ഉറിയിലേതിന് സമാനമായി രാഷ്ട്രീയ റൈഫിൾ ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയത് 7 ഭീകരരെന്ന സൂചന. ഇതിൽ 2 പേരെ വധിച്ചതായി സൈന്യം. തീവ്രവാദ ഭീഷണി കണക്കിലെടുത്ത് അതിർത്തി പ്രദേശങ്ങൾ കനത്ത സുരക്ഷയിൽ. പ്രതിരോധ നടപടികൾ വിലയിരുത്തി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കാശ്മീരിൽ. പാക് പിടിയിലായ ഇന്ത്യൻ സൈനികനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും തുടർച്ച. ഒന്നാമനായി ഇന്ത്യ. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക്. 2ാം ടെസ്റ്റിൽ സന്ദർശകർക്കെതിരെ 178 റൺസ് ജയം. 4ാം ദിനം 378 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസ് 197 റൺസിന് പുറത്ത്. ജയത്തോടെ പാകിസ്ഥാനെ പിന്തള്ളി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാമത്. കൊൽക്കത്തയിൽ ജയം അനായാസമാക്കിയത് 3 വിക്കറ്റ് വീതം നേടിയ അശ്വിനും ജഡേജയും ഷമിയും. 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ വൃദ്ധിമാൻ സാഹ കളിയിലെ താരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.